കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു കമലും കൂടെ ഒരു ബേക്കറി പോവുകയാണ്. ആ ബേക്കറിയിലെ കടക്കാരൻ രാത്രി അവിടെ തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് കേക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ കമലം പറയുന്നു, ഇവൻ്റെ ക്രിസ്മസിൻ്റെ സമയത്ത് കുറേ പേര് കേക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ ഇതിനകത്ത് തന്നെ ആയിരിക്കും കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നതെന്ന് പറയും. അപ്പോൾ കടക്കാരൻ ചോദിക്കുക എന്തിനാണ് കേക്ക്? അപ്പോൾ വിഷ്ണു കറക്റ്റായിട്ട് സത്യം പറയും. അപ്പം അയാൾ പറയും ഇങ്ങനെ വേണം, അല്ലാതെ ഇവനെ പോലെ ഉടായ്പായിട്ടൊന്നും വരരുത് എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ കേക്കൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് സത്യഭാമയാണെങ്കിൽ രാഘവൻ നായർക്ക് നല്ല ചുമ, അപ്പം ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യഭാമ രാഘവൻ നായരോട് പറയുമ്പോൾ ആശുപത്രി പോകാമെന്ന് പറയും. അപ്പം രാഘവൻ നായരാണെങ്കിൽ പിള്ളയെ പറഞ്ഞു വിട്ടത് കൊണ്ട് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമത്തിലാണ്. ആ ദേഷ്യമെല്ലാം സത്യഭാമയോട് തീർക്കുകയാണ്. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, എൻ്റെ കൂടെ വരാൻ ആരുമില്ല എന്നുള്ള. അപ്പോൾ സത്യഭാമ പൊന്നിയോട് പറയും എന്നാൽ നമുക്ക് ഇന്ന് പോകണ്ട എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ പറയും രാഘവൻ നായർ പറയും എന്നിട്ട് വേണം ഇനി എന്നെ, ഞാൻ കാരണം നിങ്ങൾക്ക് കച്ചവടം ഇല്ലാതായി എന്ന് പറയാൻ, തന്നെ പൊക്കോളാന്ന് പറയും. അങ്ങനെ അപ്പോൾ സത്യഭാമ പറയുന്ന പിന്നെ റെഡിയായിട്ട് വരാൻ പറയും. അപ്പോഴീ പിള്ളയെ പറഞ്ഞു വിട്ടതിനൊക്കെ ദേഷ്യവും സങ്കടവും എല്ലാം കാണിക്കുകയാണ്. നല്ല ചുമയുമുണ്ട്. അങ്ങനെ അവരങ്ങനെ പോകാൻ വേണ്ടി റെഡി. ഇതേ സമയത്ത് നമ്മുടെ ശാരദയാണെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ ഇങ്ങനെ പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഏതൊരു ഗോപാലന് ഏതാണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ കടക്കാരൻ പറയും ഏത് ഗോപാലനാന്ന് നോക്കിയിട്ട് പറയാൻ പറയും. അപ്പോൾ പെട്ടെന്ന് പറയും ഇതേ ഈ ശാരദയുടെ ഭർത്താവിൻ്റെ പേരും ഗോപാലൻ എന്നാണ്, അതാണോ എന്ന് അറിയാം. അപ്പോൾ ശാരദ പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് നടക്കുകയാണ്. ആ സമയത്ത് പുറകെ തന്നെ പോലീസുകാർ ചെല്ലുക. അപ്പോൾ ശാരദയ്ക്ക് ഭയങ്കര പേടിയായി, എന്തിനാണോ ഇനി. അപ്പോൾ അവർ നിർത്തിയിട്ട് ചോദിക്കുക വിദ്യാനഗർ എങ്ങോട്ടാണെന്ന് ചോദിക്കുക. അപ്പം ശാരദ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരങ്ങ് പോവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമയും പൊന്നിയും കൂടെ ഈ ബേക്കറി ഐറ്റംസൊക്കെ ആയി ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ പിള്ള ലോട്ടറി കച്ചവടം ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ പിള്ള ഇങ്ങനെ ലോട്ടറിയൊക്കെ എടുത്ത് വിൽക്കുകയാണ്. ഇത് കണ്ട് സത്യഭാമയ്ക്ക് വളരെ സങ്കടമാകുന്നു. അപ്പോൾ സത്യഭാമ ഓടി ചെല്ലുന്നു, എന്താ പിള്ള ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒരു തൊഴിലും കൂടെ ആവുമല്ലോ, അതിന് വേണ്ടിയാന്ന് പറയും. അപ്പോൾ സത്യഭാമ പറയും ഞാൻ പറഞ്ഞതൊക്കെ ഓർത്ത് എന്തിനാ വരാതിരുന്നേ, രാഘവൻ നായരാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, പിള്ള ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുമയായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ പിള്ളയ്ക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പോൾ പിള്ള പറയും എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഹോസ്പിറ്റലിലെ പേരൊക്കെ പറയും. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയും. ഈ പറഞ്ഞതൊക്കെ മറന്നിട്ട് പിള്ള വീണ്ടും രാഘവൻ നായരുടെ അടുത്തേക്ക് ഓടുകയാണ്. ഇതുകൊണ്ട് സത്യഭാമ പെട്ടെന്ന് പൊന്നിയോട് പറയുന്നത് കണ്ടോ ഞാൻ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ടും അയാളുടെ സ്നേഹം കണ്ടോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് രാഘവൻ നായരാണ് റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരികയാണ്, വണ്ടി വരുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്താണ് പിള്ള കാണുന്നത്. അങ്ങനെ പിള്ള ഓടിച്ചെന്ന് ഒരു സ്ഥലത്തെത്തി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആശ്വസിപ്പിക്കുന്നു, സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ പിള്ളയോട് പറയുന്നു പിള്ള വന്നാലേ ഞാൻ മരുന്ന് കഴിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പറയുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊരു മുത്തശ്ശിയും മോനും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവർ ചോദിക്കും ഈ ക്ഷേമ പെൻഷൻ്റെ ഇത് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ വിഷ്ണു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ആ സൈഡിലാന്ന് പറയും. അപ്പോൾ ഈ അമ്മയും കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അയാളുടെ കയ്യിലിരുന്ന ഒരു പൊതി നമ്മുടെ വിഷ്ണുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് ജോൺ അബ്രഹാം മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഇവരെ പെടുത്താൻ വേണ്ടിയിട്ട്. എന്തോ കഞ്ചാവോ എന്തോ സംതിങ് ആണ്. അങ്ങനെ വിഷ്ണു അത് കയ്യിൽ പിടിക്കും. പക്ഷെ അവരെ കാണാതാവുന്ന സമയത്ത് അപ്പം ജോൺ അബ്രഹാം ഇതെല്ലാം അപ്പുറത്ത് നിന്ന് കാണാവുന്ന സമയത്ത് വിഷ്ണു എന്ത് ചെയ്ത് ഈ കാറിൻ്റെ സൈഡ് സീറ്റിലേക്ക് ഇത് വെക്കും. അപ്പോൾ ഇത് കണ്ട ജോൺ അബ്രഹാം ഉടനെ തന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അങ്ങനെ വിജിലൻസ് എല്ലാം കൂടെ അവിടെ വരികയാണ്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുക ഇത് കളക്ടറുടെ കാറിലേക്ക് ചോദിക്കുക. അതേന്ന് പറയും ഞങ്ങൾ വിജിലൻസ് എന്നാന്ന് പറയും. ഈ സമയത്താണ് ശാലിനിയും പുറത്തേക്ക് വരുന്നത്, എന്താ അവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഇങ്ങനെ കാറിൽ ഇയാൾ മയക്കുമരുന്ന് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സെർച്ച് ചെയ്യണമെന്ന് പറയും. പാവം വിഷ്ണു ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ വിഷ്ണു ഇതിൽ പെടുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.